ക്രിസ്മസ് ആയാൽ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും അതുപോലെ പുൽത്തൊഴുത്ത് ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുഞ്ഞുനാളിൽ കാറ്റാടി മരങ്ങളുടെ ചില്ലകളൊക്കെ ഒടിച്ചു വെച്ചിട്ടാട്ടോ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാറ്, ഞാനും എൻ്റെ അനിയത്തിയും. അതിൽ തൂക്കാനായിട്ട് നല്ല അടിപൊളി വർണ്ണക്കടലാസും പിന്നെ നല്ല നല്ല ബലൂൺസും പല കളേഴ്സിൽ നമ്മൾ തൂക്കിയിടുമായിരുന്നു. എന്നാൽ ഇന്ന് ഡെക്കറേഷൻസൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത്. നമ്മൾ വളരുന്നതോടു കൂടി നമ്മുടെ ചുറ്റുപാടുകൾ മാറുന്നതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കേട്ടോ അതന്നെ. ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തു പോവാം കേട്ടോ. അച്ഛനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങളെ സപ്പോർട്ടും ചെയ്യാറുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഭയങ്കര കഷ്ടപ്പെട്ട് ബാഗിലൊക്കെ ഒടിച്ച് വളച്ചാണ് കൊണ്ടുവന്നത്. ഫ്ലൈറ്റിൽ നിന്ന് അവരെടുത്ത് എറിയോന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. സംഭവം രണ്ടായിട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ട്രീ ആക്കി അങ്ങോട്ട് എടുത്തതാണ്. ഇങ്ങനെ ഈ ഡെക്കറേഷൻസൊക്കെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ സുപരിചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ കുറച്ചുകൂടി ഒരു ആത്മബന്ധം ഉണ്ട് കേട്ടോ എനിക്ക്. ഞാനിതൊക്കെ ഉണ്ടാക്കണത് കണ്ടപ്പോൾ അവനും ഓടി വന്നു കേട്ടോ. ആദ്യം അവൻ കൊളമാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അവനും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓടി വന്ന് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നു. എല്ലാ കാര്യങ്ങളൊക്കെ തൂക്കിയിടാൻ അവനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ചെയ്യണം കണ്ടപ്പോൾ ഏട്ടനും ഓടി വന്ന് 2-3 സംഭവങ്ങളൊക്കെ തൂക്കിയിട്ടേച്ച് ഓടിപ്പോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടിപൊളി ക്രിസ്മസ് ട്രീ. നമ്മളിത് രാവിലെ ആയപ്പോൾ ടെറസിൻ്റെ മുകളിൽ വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. നമ്മളെ മലനിരകളുടെ അടുത്തൊക്കെ വെച്ചിട്ട് ഇത് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ.